സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇന്നുള്ളത് മലേഷ്യൻ ടെക്സ്റ്റൈൽ മ്യൂസിയത്തിലാണ്. ഇതാണ് ടിക്കറ്റ്. ഒരാൾക്ക് 5 രൂപ എന്നുള്ളതാണ്. ഫോറിനേഴ്സിന് 5 രൂപയാണ് ടിക്കറ്റ് എന്നുള്ളത്. വീഡിയോ ഒന്നും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് ഇവരുടെ തന്നെ ഒരു ഡ്രസ്സസ്സാണ്. മലേഷ്യയുടെ തന്നെ 1950s ഒരു ഇവൻ്റ് നടന്നു. 1950s നടന്ന ഒരു ഇവൻറ്റിൽ അവർ സർക്ക എന്ന് പറഞ്ഞൊരു ഇവൻ്റ് നടന്നു. ആ ഇവൻറ്റിൽ അവർ ധരിച്ചിരുന്ന ഒരു സെറമോണിയാണത്. അത് ധരിച്ചിരുന്ന ഡ്രസ്സാണ്. ഇത് ഇവരുടെ തന്നെ യാം പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റിൻ്റെ ഡിസൈനാണ്. അത് വെച്ചിട്ടുള്ള തയ്യലോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ ആ ഡ്രസ്സിന് ആ ഒരു ചെടിയുടെ മരത്തിൻ്റെ തന്നെ ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് ആക്ച്വലി പെലാങ്കി ലോങ് ക്ലോത്ത് എന്ന് പറയും. അതായത് ഇത് ഉത്ഭവിച്ചിരിക്കുന്നത് 1930s. അതിൽ ഉള്ള പല ട്രൈബ്സ് ഇവിടെ നമ്മുടെ മലേഷ്യയിൽ ഉണ്ട്. അതിൽ ഒരു ട്രൈബ് കെലാങ്കി എന്ന് പറഞ്ഞ ഒരു ട്രൈബ്, അവർ 1930s ആ ട്രൈബിലുള്ള ലേഡീസിന് തലമറയ്ക്കാനും വേണ്ടിയിട്ടും അങ്ങനെ ഒരു ഹെഡ് സ്കാർഫ് എന്നുള്ള രീതിയിൽ ബർത്തെടുത്തിട്ടുള്ള ഒരു സാധനമാണിത്. മൊത്തം നാച്ചുറലായിട്ടുള്ള ഡൈ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് എത്നിക് ഗ്രൂപ്പ്സ് മലേഷ്യയിൽ. ഇവർ ഈ ധരിച്ചിരിക്കുന്ന തലപ്പാവൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഓരോ ഫംഗ്ഷൻസിന്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന് മാത്രമാണ് ഇവർ ധരിക്കുന്നത്. അതിൽ 2 തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഇതും ഹെഡ് സ്കാർഫാണ്. എസ്പെഷ്യലി ആണുങ്ങൾ മാത്രം ധരിക്കുന്നത്, മെൻസ് മാത്രം ധരിക്കുന്നത്. ഇത് 1940 ഉത്ഭവിച്ചതാണ്. ഫുള്ള് ഹാൻഡ് കൊണ്ടാണ് ഇത് ചെയ്തതാണ്. അല്ലാതെ നമ്മുടെ മിഷനറി വർക്കോ കാര്യങ്ങളൊന്നുമല്ല, കൈ കൊണ്ട് ചെയ്തെടുത്തതാണ്. ഇത് കല്യാണത്തിന് മാത്രം, അതായത് അങ്ങനത്തുള്ള കല്യാണ ഫംഗ്ഷൻസിന് മാത്രം ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അതിലാണ് ഈ കുതിരയുടെ ആനയുടെയൊക്കെ ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഇത് ആണുങ്ങളും ഉപയോഗിക്കും, പെണ്ണുങ്ങളും ഉപയോഗിക്കും. ഹെഡ് സ്കാർഫ് തന്നെയാണ്. ഇതൊക്കെ 2 ട്രൈബ്സ് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ആ ട്രൈബ്സിൻ്റെ തന്നെ ഡ്രസ്സസ്സാണിത്. ഇതൊക്കെ സെപ്പറേറ്റ് എന്തെങ്കിലും ഫംഗ്ഷൻസോ അതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറിമോണിയോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം അവർ യൂസ് ചെയ്തിരുന്നതാണ്. ആദ്യം പറയും ഈ 2 ബ്ലാങ്കറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവർ സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രം ധരിക്കുന്നതാണ്. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. 2 കൈ കൊണ്ട് നെയ്തെടുത്തതും ഈ ഉപയോഗിച്ചിരിക്കുന്ന ഈ കളർ ഗ്രേഡ് എന്നൊക്കെ പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അതായത് ഈ പൂവിൽ നിന്നും നാച്ചുറൽ ആയിട്ടുള്ള അതിൽ നിന്നൊക്കെ എടുത്തിരിക്കുന്ന കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഡൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഈ കാണുന്നതിൻ്റെ അകത്തു നിന്നുള്ള ഈ തീമെന്ന് പറയുന്നത് പ്രേതങ്ങൾ, പിശാച് അതുപോലുള്ളതിൻ്റെ ഒരു രൂപങ്ങൾ വെച്ചിട്ടാണ്. അതിൽ മെയിനായിട്ട് പറയുന്നത് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഡീമൺസ് തീത്ത് പോലെ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവർ. ഇത് മെയിൻ ഒക്കേഷനിൽ മാത്രം ധരിക്കുന്ന ഓർമ്മ. അതുപോലെ തന്നെയാണ് ഇതും. പക്ഷേ ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുതല, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. മുതലയുടെ ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രം ധരിക്കുന്നതാണ് ഇവർ. ഇത് ആണുങ്ങളുടെ ജാക്കറ്റ്, എന്നിട്ട് ഇതുപോലെയാണ് ഡ്രസ്സ് ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആ ജാക്കറ്റാണ്. ഇത് 1930s തന്നെ ഒറിജിനൽ ക്ലോത്താണ്. 1930s തന്നെ. അതിൽ ഈ പാൻറ്റ് വുമൻസ് എന്ന് പറയുന്നവർ സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രം ധരിച്ചിരുന്നവരാണത്. ഈ കംപ്ലീറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇബാൻ എന്ന് പറഞ്ഞ ഒരു എത്തിക്കൽ ഗ്രൂപ്പുണ്ട്. അവർ ധരിച്ചിരുന്നതാണ്, സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ധരിച്ചിരുന്നതാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ ഈ ട്രൈബിൻ്റെ തന്നെ ഹെഡ് ധരിച്ചിരുന്നത്, അതായത് അവരുടെ ട്രൈബിൻ്റെ ചീഫും കാര്യങ്ങളും കാണുമല്ലോ, ആ ചീഫ് ധരിച്ചിരുന്ന ഒരു ഡ്രസ്സാണ്. ഇത് സ്പെഷ്യൽ ഒക്കേഷനിൽ തന്നെയാണ് ധരിക്കുകയുള്ളൂ. ഇത് ഒറിജിനൽ മാൻ്റെ തോലാണിത്. ഞാനിങ്ങനെയിരിക്കും. പഴയ ഒരു ഫോട്ടോ ആണ് റെഫറൻസിനായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന മാറ്റ് ഇത് ആക്ച്വലി മാറ്റാണ്. ഈ കാണുന്നത് യെല്ലോ നൂലോ കാര്യങ്ങളല്ല, ഗോൾഡാണ്. ഗോൾഡ് ത്രെഡ് കൊണ്ട് നെയ്തെടുത്തതാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇന്ത്യൻ ക്രാഫ്റ്റ്മാൻസ്, അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ നെയ്തെടുത്തതാണ് ഈ മാറ്റ്. ഇത് 1920കളിൽ ഇന്ത്യ മുസ്ലിം, അതായത് പെനാങ് എന്നുള്ള റീജിയനിലുള്ള ഇന്ത്യ മുസ്ലിങ്ങളുടെ കല്യാണത്തിന് മാറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഐറ്റമാണിത്. 1920 അത്രയും പഴക്കമുള്ള ഒറിജിനൽ സാധനം തന്നെയാണിത്. ഇതിൻ്റെ അകത്ത് ഡിസൈൻ മെയിൻലി പറയുന്നത് ആനയും മാവിൻ്റെ ഇലയും. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് വെഡ്ഡിങ് ഡ്രസ്സസ്സാണ്. അതത് 90s 20s സെഞ്ച്വറിയിൽ, അതായത് 19ാം നൂറ്റാണ്ടിൽ 20ാം നൂറ്റാണ്ടുകളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കല്യാണ ഡ്രസ്സുകളാണ്. ഇത് ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള കല്യാണ ഡ്രസ്സുകളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വുമൺസ് ധരിക്കുന്ന ഡ്രസ്സാണ്. ഇതിൽ നൂലെന്ന് പറയുന്നത് വെള്ളിയും സ്വർണ്ണ നൂലും കൊണ്ട് നെയ്തെടുത്തിരിക്കുന്ന ഡ്രസ്സാണിത്.
അതുപോലെ തന്നെ ഇത് ആണുങ്ങൾ ഉപയോഗിക്കുന്ന ജാക്കറ്റാണ്. ജാക്കറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അകത്ത് കല്യാണ ഡ്രസ്സിൻ്റെ അകത്തിരുന്നത്. ഇത് 1900s, അതായത് 1900കളിൽ ലേഡീസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കല്യാണ ഡ്രസ്സാണ്. ഇതിൻ്റെ സിൽവറും ഗോൾഡും തന്നെയാണ് നൂല് ത്രെഡ് ചെയ്തെടുത്തിരിക്കുന്നത്, ത്രെഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് എന്തോന്ന് പറയുന്നില്ല, ഈ സംഭവം എന്ന് പറയുന്നത് കല്യാണ പെണ്ണ് ഉപയോഗിക്കുന്നതാണ്. കംപ്ലീറ്റ് ഗോൾഡിൽ നെയ്തെടുത്ത സാധനമാണ്. ഇതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് കർച്ചീഫ്, അതായത് കല്യാണ പെണ്ണിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡ് കർച്ചീഫാണിത്. കംപ്ലീറ്റ് ഗോൾഡിൽ നെയ്തെടുത്തിരിക്കുന്നത്. അത് ആ രണ്ടെണ്ണം എന്ന് പറയുന്നത് ആണുങ്ങളുടെ നീ പാഡ്സ്. ഇതെല്ലാം കംപ്ലീറ്റ്ലി കല്യാണത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. ഇത് സാറ്റിൻ സിൽക്കാണ്. ഇത് ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെറ്റപ്പ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിത് കളർ ചെയ്യാനും ഈ ഡിസൈൻ കണ്ടോ ഇതൊക്കെ വരച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. ഉപയോഗിക്കുന്ന മൊത്തം നാച്ചുറൽ ഡൈസും കാര്യങ്ങളുമാണ്. നാച്ചുറൽ ഡൈസും റെഡ്സിനും അതൊക്കെയാണ്. ഇതിനകത്ത് നിന്നാണ് അവർ കളറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരുന്നത്. നാച്ചുറലായിട്ടുള്ള ഡൈയും കാര്യങ്ങളും അവർ യൂസ് ചെയ്യുന്നു പറഞ്ഞല്ലേ, അത് എന്തിൽ നിന്നൊക്കെ എടുത്തിരിക്കുന്നതെന്നുള്ളതിൻ്റെ അവർ സാമ്പിൾ വെച്ചിരിക്കുന്നതാണ്. ഇത് ഫസ്റ്റ് കാണുന്ന മംഗൂസ്റ്റൻ ഉണ്ടല്ലോ, അത് പഴമാണ്, അതിൻ്റെ സ്കിന്നാണ് അവരെടുക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് റംബുട്ടാൻ, നാട്ടിലെ മുള്ളം പഴം, അതിൻ്റെ സ്കിന്ന്. തേർഡ് എന്ന് പറയുന്നത് മാംഗ്രോ, അതായത് നമ്മുടെ കണ്ടൽക്കാടുണ്ടല്ലോ, ആ കണ്ടൽക്കാടിലെ ട്രീയുടെ ബാർക്കത്തോലി, മരത്തിൻ്റെ തോല്, അതാണ് അവരെടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തന്നെ ഇലയും, അതുപോലെ നമ്മുടെ നാട്ടിലെ പിന്നെ ബാമ്പുവിൻ്റെ ഇലയും അങ്ങനെയുള്ളതാണ് എടുത്തിരിക്കുന്നത്. കൂടുതലും റംബുട്ടാനും മാംഗ്രൂവ് ഫോറസ്റ്റ്, അതായത് കണ്ടൽക്കാടുകളിൽ നിന്നുള്ള ഇതാണ് അവർ നാച്ചുറൽ ഡൈക്കായിട്ട് യൂസ് ചെയ്തിരുന്നത്. അതിൽ നിന്ന് എങ്ങനെയാണ് എടുത്തിരുന്നതെന്നുള്ളതും ഈ നാച്ചുറൽ ഇട്ട് വെച്ചിട്ടുള്ള ഈ ഇലയും ബാർക്കൊക്കെ വെച്ചിട്ട് അവർ എങ്ങനെയാണ് കളർ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിരുന്നതെന്നുള്ളതിൻ്റെ ടെക്നിക്കാണ് ഈ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചിരിക്കുന്നത്.